ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് വൈബ്രേറ്റ്സ് ഫ്രീക്വൻസി ഓഫ് എത്രയാണ്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്രയാണ്? 1.24 ഹെഡ്സ് തന്നിട്ടുണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് വൈബ്രേറ്റ് ചെയ്യും. ദർ ഇസ് നോ ഡാമ്പിംഗ്. ഡാമ്പിംഗ് ഇല്ല. ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഡാംഡ് വൈബ്രേഷൻ ഒബ്സർവ് ടു ബി ഡാംഡ് വൈബ്രേഷൻ FD. ഇതിനാണ് ഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. 1.03 ഹെഡ്സ് എന്ന് പറയും. ഓക്കെ. അതായത് ഡാമ്പിംഗ് ഇല്ലെങ്കിൽ, വിത്തൗട്ട് ഡാമ്പർ ആണെങ്കിൽ 1.24 ഹെഡ്സ്, വിത്ത് ഡാമ്പർ ആണെങ്കിൽ വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി എത്ര കിട്ടും? 1.03 ഹെഡ്സ് എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒമേഗ എൻ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഫോർമുല ഒമേഗ. നമുക്ക് വേണ്ടത് എന്തിനാണ്? ഫൈൻഡ് ദ ഡാമ്പിംഗ് ഫാക്ടർ സീറ്റ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ലോഗരിതമിക് ഡിക്രിമെന്റ് ഡെൽറ്റയും കൂടെ കണ്ടുപിടിക്കണം. സീറ്റ ആൻഡ് ഡെൽറ്റ. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ 2π എഫ് എൻ എന്നാണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ. സിമിലർലി ഒമേഗ ഡി കണ്ടുപിടിക്കുക, 2π കണ്ടുപിടിക്കുക. അപ്പൊ ഇത് രണ്ട് നമുക്ക് കിട്ടിയെന്ന് വെക്കുക. അപ്പൊ നമ്മുടെ ഫോർമുല ഒമേഗ ഡിയുടെ ഫോർമുല എന്താണ്? √1 - ഒമേഗ എൻ ആണ്. അപ്പൊ ഇവിടെ ഒമേഗ എന്നും അറിയാം, ഒമേഗ ഡി ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടും? സീറ്റ കിട്ടും. സിമിലർലി ലോഗരിതമിക് ഡെൽറ്റയുടെ ഫോർമുല എന്താണ്? ലോഗരിതമിക് ഡിക്രിമെന്റ് ഡെൽറ്റ എന്താണ് ഫോർമുല? 2π അപ്പൊ അതിൽ നമുക്ക് സീറ്റ അതായത് മോളിൽ നിന്ന് കിട്ടുന്ന സീറ്റ എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ കിട്ടും. കിട്ടൂലേ? അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ.